യോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോടു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. യാചിക്കാത്ത നമ്മൾ പോലും നീ എനിക്കോട് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോടു നന്മയ്ക്കും എന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. ആ എന്നാ ഉണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ സുഖിച്ചിരുന്നാ മതിയോടാ. നമുക്ക് പാരിഷ്ടേക്ക് വല്ല പരിപാടിയും പ്ലാൻ ചെയ്യണ്ടേ? ഓ, അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാ ഞങ്ങളിങ്ങ് വന്നേ. അത് ഇത്രമാത്രം ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല. നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ചെകുത്താനെ മാലാഹി ഇറക്കാം. ഇപ്പൊ പിള്ളേർ പാടിയ പാട്ട് കേട്ടില്ലേ? അത് കഴിഞ്ഞ വർഷത്തെ തന്നെ ഭാഗമായിരുന്നു. അത് തന്നെയല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തത്. അത് നല്ല മോറലുള്ള സ്റ്റോറിയാ. അത് തന്നെ മതി. അതെ, മോറിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം കൂടി ചെകുത്താൻ്റെ കോസ്റ്റ വിടാൻ പറഞ്ഞാൽ ഞാൻ എൻ്റെ പണി നോക്കിപ്പോവും. ഏടാ, നിനക്ക് പറ്റുന്ന റോളല്ലേടാ നിനക്ക് തരാൻ പറ്റുള്ളൂ. അത് ശരി, രാവിലെ തന്നെ ക്ലീൻ ഷേവ് അടിച്ചിട്ട് എനിക്കിട്ട് താങ്ങാൻ വന്നിരിക്കുക. വേണ്ട, നിങ്ങൾ ഇനി ചെകുത്താനാവാൻ വേറെ ആളെ നോക്കിക്കോ. ഓശോ, അവനെ പിണക്കുണ്ടായിരുന്നു. അതേടാ. ശേ, ദേ ഈ വീഡിയോ ഒന്ന് നോക്കിയേ. നമുക്ക് ഇതുപോലെ പിള്ളേരുടെ ഒരു ഡാൻസ് വെച്ചങ്ങ് തുടങ്ങിയാലോ? संग तेरा उड़ा पतंग मेरा हवा में होके मलंग. जग की कोई रीत न जाने, मैं तो बस तेरी हुई दीवानी. मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग. छुड़ाई घर बार मेरा ओ मखना वे मखना, तू ही है संसार मेरा ओ मखना वे मखना. ये पागल सा है प्यार मेरा ओ मखना वे मखना. मैं छुड़ाई घर बार मेरा ओ मखना. छुड़ाई घर बार मेरा ओ मखना वे मखना, तू ही है संसार मेरा ओ मखना वे मखना. ये पागल सा है प्यार मेरा ओ मखना वे मखना. मैं छुड़ाई घर बार मेरा ओ मखना. ഇത് കൊള്ളാം, നമ്മുടെ പിള്ളേർ തകർത്തു. പിന്നെ ഡാൻസും പാട്ടും എല്ലാവരും ചെയ്യുന്നതാ. നമുക്ക് നല്ല മോറലുള്ള സ്റ്റോറി മതി. അതൊന്നും വേണ്ട. ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റി അങ്ങ് പിടിക്കാം. നമ്മളല്ലേ നമ്മുടെ കുട്ടികൾക്ക് മോറലുള്ള സ്റ്റോറി പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ പൊന്നു സൂസൻ, ഇത്രയും മോളിലുള്ള സ്കിറ്റ് ചെയ്തിട്ട് നീ നന്നായില്ല. പിന്നെയാ ഈ 5 മിനിറ്റ് സ്കിറ്റ് കണ്ട് ഇടവകലെ പിള്ളേർ നന്നാവുന്നത്. ദേ മനുഷ്യ, എന്റെ കർത്താവേ, ഇത് വലിയ കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. ശിവശംഭോ ശിവശംഭോ ശിവ. നിർത്തടാ. സിനിമാ പാട്ട് വെക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പള്ളിപ്പറമ്പിൽ വെക്കാൻ പറ്റിയ പാട്ടും ഡാൻസും വെച്ചാൽ മതി. എൻ്റെ പിള്ളേരെ, നിങ്ങൾ എന്ത് ചെറിയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എടുക്കുക. ദൈവം അത് സക്സസ്ഫുൾ ആക്കി തരും. അല്ലോടി?
അത് ശരിയാ, നല്ലൊരു പാട്ടിട്ടെ. എല്ലാവരും വാ, നമുക്ക് വേറെ ഒരു പാട്ട് നോക്കാം. അല്ല, നിങ്ങൾ മാത്രം പ്ലാൻ ചെയ്താൽ മതിയോ? ഞങ്ങൾ യൂത്തിനും എന്തെങ്കിലും ഒരു പുതിയ തീം വേണ്ടേ? എടാ മോനെ, ഞങ്ങൾ രംഗണ്ണനെ ഇറക്കും. വേണ്ട, രംഗണ്ണൻ വേണ്ട, രംഗണ്ണനെ ഞങ്ങൾ ഇറക്കിക്കോളാം. എടാ മോനെ,
മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി അല്ലേ? കൊള്ളാം മോനെ, പൊടി. ഒന്ന് പൊട്ടിക്കാൻ പാടേ. അന്ന് സ്റ്റക്കായി തോന്നണം യൂസ് ചെയ്യാത്തോണ്ടേ. എടാ മോനെ ഞാൻ വേറെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോനെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. ഓ, ഞങ്ങൾ പെർഫോം ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നേനെ. ഈ കാണിക്കുന്നതിലൊന്നും ഒരു മോറലില്ലല്ലോ. സൂസൻ നീ അത് വിട്. ഞാൻ വിട്ടു. ഓ, ഇവരെയും കൊണ്ട് തോറ്റു. അപ്പച്ചൻ പറ, അപ്പച്ചന് ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട വല്ല സ്റ്റോറി ഉണ്ടോ? ഓ, ഒരു കഥ പറയാം. ഈ സോളമനും ശോഷണ്ണയും കണ്ടുമുട്ടി പണ്ടേ മാമോദിസ പ്രായം തൊട്ടേ ഉള്ളറിഞ്ഞേ തമ്മിൽ കണ്ണ് കൊണ്ടും ഉള്ളു കൊണ്ടും മിണ്ടാതെ മിണ്ടി പണ്ടേ കണ്ണുകൊണ്ടേ ഉള്ളുകൊണ്ടേ മിണ്ടാതെ മിണ്ടി പണ്ടേ തുത്തുരുരു രുത്തുരുരു രുത്തുരുരു തുത്തുരുരു രുത്തുരുരു രുത്തുരുരു പാതിര നേരം പള്ളിയിൽ പോകും വെള്ളി നിലാവിനെ ഇഷ്ടമായി ഉള്ളിൽ മുഴങ്ങും പള്ളി മണിയോടെ നിമ്മരയിലങ്ങാണ്ട് പോയി മഴവില്ല് കൊണ്ടു മന പേരെഴുതി കായൽ കടത്തിൻ വിളക്ക് പോലെ കാറ്റിൽ കെടാതെ തുളുമ്പി. അല്ല അച്ഛാ, അതെ നമ്മുടെ പെരുന്നാൾ ഫണ്ടിന്നേ ഒരു 5 രൂപ 50 പൈസയുടെ കുറവുണ്ടായിരുന്നു. അത് ഏത് കണക്കില്? അത് മോൻ ഇന്ന് തന്നെ അറിയണോ അതോ? ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട അല്ലേ? ഇന്ന് വേണ്ട, ഇന്ന് വേണ്ട. മോനെ, ഈ നേർച്ച കഴിക്കുമ്പോണ്ടല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ച നിന്റെ എന്താഗ്രഹം ദൈവം സാധിച്ചു തരും. കരിമ്പിൻ തോട്ടം തീരായി വാങ്ങി മിന്നാമിനുങ്ങിൻ പാടം പകരം നൽകി വിളവെല്ലാം ഇരുപേരും വീതിച്ചു. 50 നോമ്പ് കഴിഞ്ഞവാറേ മനസ്സങ്ങു താനേ തുറന്നു വന്നു. 50 നോമ്പ് കഴിഞ്ഞവാറേ മനസ്സങ്ങു താനേ തുറന്നു വന്നു. എൻ്റെ അപ്പച്ച, വി ലവ് ഇറ്റ്. ഒരു ക്രിസ്ത്യൻ ലവ് സ്റ്റോറി. ഇതൊരു വെറൈറ്റി ഐഡിയ തന്നെ. അല്ല, അപ്പച്ചൻ എവിടുന്നാ ഇത്ര റൊമാൻറ്റിക്കായ കഥയെ കിട്ടുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേടാ, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള എടുത്ത തീരുമാനങ്ങളെല്ലാം വിജയിച്ചിട്ടേ ഉള്ളൂ.